ഒരാൾ മൈക്ക് എടുത്ത് സുരേഷ് ഗോപിക്ക് സ്വാഗതം എന്ന് പറയും. പറഞ്ഞിട്ട് ആ മൈക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? തൊട്ടടുത്ത ഡ്രൈവർ എപ്പോഴും സാനിറ്റൈസർ കരുതി വെച്ചിരിക്കുകയാണ്. സാനിറ്റൈസർ എടുത്ത് അത്രയും ജനങ്ങൾ നോക്കി നിൽക്കുക ആ മൈക്ക് ക്ലീൻ ചെയ്യും, പബ്ലിക്കായി ക്ലീൻ ചെയ്യും. തൊട്ടു മുമ്പ് സ്വാഗത പ്രസംഗം പറഞ്ഞ മനുഷ്യനുണ്ടാവുന്ന ഇൻസൾട്ട് എന്താണ്? ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരുന്നു, സാധാരണ കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, കൊടുക്കേണ്ടി വരുന്നു, അപ്പോ തന്നെ കൈ ഇങ്ങനെ കാണിക്കും, സാനിറ്റൈസർ വരും. ഒരു വീഡിയോ അല്ലേ സദ്യക്ക് പപ്പടം വിളമ്പിപ്പോ പപ്പടം സദ്യക്ക് കൈകൊണ്ട് പപ്പടം എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആ കൈ കൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല, അത് അദ്ദേഹം നൈസായി എടുത്ത് കെ സുരേന്ദ്രന്റെ ഇലയിൽ വെച്ചു. കെ സുരേന്ദ്രൻ അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കത് കാണാം, കെ സുരേന്ദ്രൻ തൊട്ടെടുത്തിരിക്കുകയാണ്. സുരേന്ദ്രൻ അത് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ആ പപ്പടം തിരിച്ചവിടെ വെച്ചു. കാണാൻ പറ്റും. അപ്പൊ കൈകൊണ്ട് തൊട്ട ഭാഗം കഴിക്കാനുള്ള മടിയാണ്. പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി നടന്നു വരുമ്പോ ഫ്രണ്ട് ഉറക്കെ വിളിച്ചു പറയണം, മുന്നിൽ നിൽക്കുന്ന എല്ലാവരോടും മാറാൻ പറയൂ, എല്ലാവരും മാറാൻ പറയൂ, കാരണം നടന്നു പോകുമ്പോൾ ആരുടെ അദ്ദേഹം തട്ടാൻ പാടില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജനങ്ങൾക്കിടെ പ്രവർത്തിക്കുക? ആളുകൾ വരുമ്പോ ഒരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴുമ്പോ അദ്ദേഹത്തിന് ആകെ ടെൻഷൻ ആവുകയാണ്. ഞാൻ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതും ചെയ്തപ്പോൾ അവരോട് ചൂടാവുകയാണ്. ഒരു പാവ സ്ത്രീ. അപ്പൊ ജനങ്ങൾക്ക് നിവേദനമായിട്ട് വരുന്ന മനുഷ്യരോട് ഇങ്ങനെ കാണിക്കും. തുടർന്ന് എന്റെ അടുത്ത് നിവേദനമായിട്ട് വരാം, അടുത്ത് വരാൻ പാടില്ല, നിവേദനം തരാൻ പാടില്ല. ആൾക്കാരെ ഈ വരന്തരപ്പള്ളി, തൃശ്ശൂരിലെ വരന്തരപ്പള്ളിയിൽ 4 പേർ എന്തുകൊണ്ടാ പോയി പിറ്റേ ദിവസം കോൺഗ്രസിൽ ചേർന്ന്, പിറ്റേ ദിവസം ചേർന്നു? എന്തുകൊണ്ടാ ആ 4 പേർ അത്രയും അവഹേളിക്കപ്പെട്ടു ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ? എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് BJPയുടെ കൂടെയുള്ള കാലങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഈ പ്രോജക്ട് മണ്ടത്തരമായിരിക്കും തോന്നുന്നത്.